ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള, ആരും ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയാം, ഞാൻ ആദ്യമായിട്ട് ഉണ്ടാകാം. പക്ഷേ നല്ല ടേസ്റ്റി ആയിട്ട് അതിന് കുറച്ച് ക്യാപ്സിക്കം വേണം, ഉരുളക്കിഴങ്ങ്, ഉള്ളി, പച്ചമുളക്, പിന്നെ കുറച്ച് തക്കാളിക്ക്. അപ്പം ക്യാപ്സിക്കമൊക്കെ നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് വെള്ളത്തിൽ ഇട്ടില്ല നല്ല കറുത്ത് പോകുമല്ലോ, അപ്പോൾ അതെല്ലാം കൂടെ റെഡിയാക്കി പച്ചമുളകും സവാളയും തക്കാളിക്ക് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചട്ടി ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് നല്ല വെളിച്ചെണ്ണ ഒഴിക്കാം. അപ്പം ചുറ്റി ചൊഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചട്ടി അല്ലെങ്കിൽ പൊട്ടില്ല. അപ്പോൾ ഗ്യാസിലൊക്കെ വെച്ച് കഴിയുമ്പോൾ അല്ലെങ്കിൽ ചട്ടിയുടെ ചുവട് കൂട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം ചുറ്റി വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം വരത്തില്ല. അന്നേരം എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട്. കുറച്ച് കടുക് ഇട്ടു, പിന്നെ കുറച്ച് ജീരകവും ഉഴുതും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്, കറിവേപ്പിലയും. അത് കടുകൊക്കെ പൊട്ടിക്കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അതും കൂടെ ഇട്ട് കൊടുക്കാം. അതും നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് വെയിറ്റ് ചെയ്യാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതെല്ലാം നന്നായിട്ട് റെഡിയായി വരുന്നിട്ടുണ്ട്. അന്നേരം നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, എത്രയാണ് മഞ്ഞൾപ്പൊടി എന്ന് വെച്ചാൽ ഒരുപാട് വേണ്ട, കുറച്ചൊരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും മിക്സ് ചെയ്യുക. അതൊന്ന് റെഡിയായി വരുമ്പോഴത്തേക്ക് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. അതും മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല ചെറിയ ക്യൂബായിട്ടാണ് ഇട്ടിരിക്കുന്നത്. അന്നേരം നമുക്ക് വെള്ളമൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് അതിനകത്ത് ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. വളരെ കുറച്ച് ഉപ്പ് മതി. അതും ഇട്ട് കൊടുത്ത് നമുക്ക് ചെറിയ തീയിൽ അടച്ച് വെക്കാം. അന്നേരം ഒരു 5 മിനിറ്റ് ആയപ്പോഴത്തേക്ക് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് കുറച്ച് പച്ചമുളകും കുറച്ച് സവാളയും ചെറുതായിട്ട് അരിഞ്ഞിരിക്കുന്നത് ഇവിടെ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഞാൻ ഇതിനകത്ത് ഒരു ചെറിയ 2 സവാള എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതും നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതൊന്ന് വാടുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇതിനകത്ത് വെള്ളമൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല. കുറച്ച് നേരം നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. അപ്പം അതും റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ മെയിൻ ഐറ്റം ക്യാപ്സിക്കം. ഇതുണ്ടാക്കി നോക്കാത്തവരെ ഉണ്ടാക്കി നോക്കണം. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ ഒക്കെ നല്ല ടേസ്റ്റ് എന്ന് വെച്ചാൽ നല്ല ടേസ്റ്റ്. ഇതുണ്ടാക്കി കഴിക്കുമ്പോഴേ നമുക്ക് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് അറിയത്തുള്ളൂ. അന്നേരം നമുക്ക് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഉപ്പ് വേണമെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ ശകലം മുളക് പൊടി ഇടാം. പിന്നെ തക്കാളിക്കയുടെ ആ ഒരു കുരുവൊക്കെ കളഞ്ഞിട്ടാണ് ഇടുന്നത്. അതും ഇട്ട് കൊടുത്ത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് ചെറിയ തീയിൽ വേണം അടച്ചു വെക്കണ്ടേ. അപ്പോഴത്തേക്ക് ഞാൻ കുറച്ച് തേങ്ങായും തിരുമ്മി വെളുത്തുള്ളിയും ചതച്ച് വെച്ചിട്ടുണ്ട്. അന്നേരം നമുക്ക് അതും കൂടെ വേവിട്ട് അടച്ചു വെക്കാം കുറച്ച് നേരം. ഒരു 1/4 സ്പൂണ് മുളക് പൊടിയായിട്ടുണ്ട്. കുരുമുളക് ഉണ്ടെങ്കിൽ ഇട്ടാൽ നല്ല ടേസ്റ്റാണ്. കുരുമുളക് ഇല്ലായിരുന്നു, അതുകൊണ്ട് പച്ചമുളകും മുളക് പൊടി കൊണ്ടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അത് നമുക്ക് നന്നായിട്ട് കുറച്ച് നേരം കൂടി അടച്ചു വെക്കും. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അതിനകത്ത് നന്നായിട്ട് വെള്ളമെല്ലാം ഊറി വന്നിട്ടുണ്ട്. തക്കാളിക്കകത്തും സവാളക്കകത്തും ക്യാപ്സിക്കത്തിലൊക്കെ വെള്ളത്തിൻ്റെ ഒരു അംശം ഉണ്ടല്ലോ, അപ്പോൾ അതെല്ലാം വെള്ളമൊക്കെ പറ്റി വന്നിട്ടുണ്ട്. അന്നേരം നമുക്ക് ആ തേങ്ങയും വെളുത്തുള്ളിയും കൂടെ അതിനകത്തിട്ട് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം നമുക്ക്. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്യാപ്സിക്കം തോരൻ നിങ്ങൾ ഒരു പ്രാവശ്യം വെച്ച് നോക്കണം. നല്ല ടേസ്റ്റ്. ഇത് മാത്രം മതി ചോറ് കഴിക്കാൻ. അപ്പം നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റിയാലോ. അപ്പം നല്ല ആവി പറക്കുന്ന ക്യാപ്സിക്കം തോരൻ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.